നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ഹെലികോപ്റ്റർക്കാരെ കൊണ്ട് തോറ്റു, തട്ടി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഏതായാലും ഇങ്ങ് കേരളത്തിൽ സാക്ഷാൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള വിവാദ പ്രസ്താവനകൾ കോൺഗ്രസ് നടത്തിയത് പോയ ദിവസങ്ങളിലാണ്. നമ്മുടെ ബംഗാളിൽ അവിടെ BJP ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന മമതാ ബാനർജിയുടെ ഹെലികോപ്റ്റർ, മമതാ ബാനർജി അല്ല, സ്വാഭാവികമായും ഹെലികോപ്റ്റർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മമതയുടെ മരുമകൻ തന്നെയാണ്. ഏതായാലും ആ മരുമകനിലേക്കാണ് BJPയുടെ ഇപ്പോഴത്തെ കണ്ണ്. ഏതായാലും ഹെലികോപ്റ്റർക്കാർ തന്നെയാണ്, ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്ന മുഖ്യമന്ത്രി ആയാലും മുഖ്യമന്ത്രിയുടെ അനന്തരവനായാലും ബന്ധുക്കളായാലും അതൊക്കെ തന്നെയാണ് സ്വാഭാവികമായും രാഷ്ട്രീയ ആയുധങ്ങളായി ഇപ്പോൾ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ, കേരളത്തിൽ കോൺഗ്രസ് ആയാലും ബംഗാളിൽ BJP ആയാലും എടുത്തുയർത്തുന്നത്. ഏതായാലും പിണറായിയിൽ നിന്നും തോലോബാസ് ഫൈപ്പോയിലേക്കുള്ള ദൂരം എത്രയാണ്? ഈ വരവിൽ ആരൊക്കെയായിരിക്കും വീഴുക? ബംഗാൾ രാഷ്ട്രീയം വരുന്ന തിരഞ്ഞെടുപ്പിൽ എങ്ങോട്ട് മാറി മറിയും? ഏതായാലും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അനന്തരവനും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ അഭിഷേക് ബാനർജിയാണ് താരമെന്ന് പറഞ്ഞാലും പോരാ, BJP ഉന്നമിടുന്ന പ്രധാന നേതാക്കളിൽ ഒരാൾ. സൗത്ത് 24 പർഗാനാസ് ജില്ലയിലെ ഡയമണ്ട് ഹാർബറിൽ നിന്ന് രണ്ടാം തവണ MP-ആയ ഈ 33-കാരനെ തൃണമൂലിൻ്റെ ഭാവി നേതാവായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെ പാർട്ടിയിലെ അഭിഷേകിൻ്റെ സ്വാധീനവും നേതാവെന്ന നിലയിലുള്ള മികവും വളർച്ചയും ഒക്കെ എല്ലാവരും നിരീക്ഷിക്കുന്നുമുണ്ട്. ബംഗാളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ അവസാന 2 പ്രചാരണ പര്യടനങ്ങളിലും അഭിഷേക് ബാനർജിയെ ഒരുപക്ഷെ മമതയെക്കാളേറെ അതിരൂക്ഷമായി വിമർശിച്ചു എന്നതും നമ്മൾ കണ്ടതാണ്. തൃണമൂൽ കോൺഗ്രസിൽ അഭിഷേക് ബാനർജിയുടെ സ്വാധീനം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നന്നായി ഉയർന്നിട്ടുണ്ട്. 2019 വിജയിച്ച ഡയമണ്ട് ഹാർബറിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ തൃണമൂലിൻ്റെ പ്രധാന നയതന്ത്രജ്ഞരിൽ ഒരാളാണ് അഭിഷേക് ബാനർജി. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിനെ കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതും അഭിഷേകാണ്. അഭിഷേക് ഒരുപക്ഷെ പ്രശാന്തിനെ പോലും കടത്തി വെട്ടിക്കൊണ്ട് മമതയുടെ തലയ്ക്ക് മുകളിൽ ഒരുപക്ഷെ വളർന്നു വലുതാകാനുള്ള സാധ്യതകൾ തന്നെയാണ് BJP കണക്ക് കൂട്ടുന്നത്. മമത കഴിഞ്ഞാൽ ഒരുപക്ഷെ തൃണമൂലിൽ യാത്രകൾക്കായി ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്ന നേതാവ് കൂടിയാണ് അഭിഷേക്. എന്നാൽ അഭിഷേക് ബാനർജിയെ BJP തുടർച്ചയായി ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നു. സൗത്ത് 24 പർഗാനയിൽ നടന്ന ഒരു റാലിയിൽ ബാനർജി കൃത്യമായി തന്നെ അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. അവർ തന്നെ ആക്രമിക്കുകയാണ്, അത് നല്ലതാണ്. രാഷ്ട്രീയ യുദ്ധക്കളത്തിൽ മമതയെ നേരിടുന്നതിന് മുൻപ് 10 ഗോളുകൾക്ക് ഞാൻ അവരെ പരാജയപ്പെടുത്തും. ചിലപ്പോൾ ഫൈപ്പോ അനന്തരവനെന്ന് അവർ വിളിക്കുന്നു, ചിലപ്പോൾ തുലോബാസ് ഫൈപ്പോ കൊള്ളയടിക്കുന്ന മരുമകനെന്നും അവർ വിളിക്കുന്നു. പേരുകൾ എടുത്ത് പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കൃത്യമായി BJP നേതാക്കന്മാർക്കെതിരെ അതിശക്തമായ ഭാഷയിൽ തന്നെയാണ് അഭിഷേക് ബാനർജി നിലപാടുകൾ പറയുന്നത്. ദിലീപ് ഘോഷ് ഒരു ഗുണ്ടയാണെന്നും അമിത്ഷാ പുറംനാട്ടുകാരനാണെന്നും കൈലാഷ് വിജയവർഗീയ പുറംനാട്ടുകാരനാണെന്നും സുവേന്ദു അധികാരി കോഴ വാങ്ങുന്നയാളാണെന്നും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ കേസുണ്ടാക്കി അകത്തടയ്ക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായ മറുപടി അഭിഷേക് ബാനർജി മമതയേക്കാൾ ഏറെ ഉരുളയ്ക്കുപ്പേരി പോലെ നൽകുന്ന സമയമാണിത്. ഏതായാലും നാടുവാഴി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തന്നെ അധിക്ഷേപിക്കുന്നവർക്കെതിരെ അഭിഷേക് ബാനർജിക്ക് കൃത്യമായ മറുപടിയുണ്ട്. അഭിഷേക് ബാനർജിയെപ്പറ്റി തനിക്കുള്ള കണക്കുകൂട്ടലുകൾ എന്താണെന്ന് മമത ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നതും ഏറ്റവും നിർണായകമാണ്. അഭിഷേകിൻ്റെ പ്രസംഗങ്ങൾ ആൾക്കൂട്ടത്തെ കൂടുതൽ ആകർഷിക്കുന്നുണ്ട്. യുവജന സംഘടനയെ നയിക്കുന്ന അഭിഷേകിൻ്റെ റാലികൾക്ക് ചെറുപ്പക്കാരടക്കം എത്തുന്നത് തൃണമൂൽ കോൺഗ്രസ് വളരെ പ്രതീക്ഷയോടെ കാണുന്നുമുണ്ട്. പ്രതിപക്ഷ പാർട്ടികളുടെ യുവ നേതാക്കൾക്കെതിരെ BJP നടത്തുന്നത് കടുത്ത ആക്രമണങ്ങളാണ്. മഹാരാഷ്ട്രയിൽ ആദിത്യ താക്കറെ, ബീഹാറിൽ തേജസ്വി യാദവ്, ബംഗാളിൽ അഭിഷേക് ബാനർജി എന്നിവരെ BJP കടുത്ത ഭാഷയിലാണ് നേരിട്ടിട്ടുള്ളത്. BJP പോലെ കരുത്തുറ്റ ഒരു എതിരാളിയോട് പോരാടാൻ തനിക്ക് കഴിയുമെന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം അഭിഷേക് ബാനർജിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ 2021 തിരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയിൽ നിർണായകമാകും. മമതയ്ക്കും നിർണായകമാകും, BJPക്കും സ്വാഭാവികമായും നിർണായകമാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.